കിടിലൻ ഹിൽ സ്റ്റേഷനുകളും ബാക്ക് വാട്ടേഴ്സും അപാര ബീച്ചുകളും മോടി പിടിപ്പിക്കുന്ന മൊത്തം എറണാകുളം ജില്ലയിലെ വേറിട്ടൊരു വികാരം തന്നെയാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലെ കാറ്റ് വീശുന്നത് പോലും നിരവധി ചരിത്രങ്ങൾ മൂളിയാണ്. ഹായ്, ദിസ് ഇസ് റമീസ് റഹ്മാൻ ആൻഡ് യു ആർ വാച്ചിങ് എ ന്യൂ ചാപ്റ്റർ ഓഫ് ThoughtFox. കടല് കടന്നെത്തി കൊച്ചിയിൽ കുടിയിരുന്ന അറബികളും ജൂതരും പറങ്കികളും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും അങ്ങനെ പല സംസ്കാരങ്ങളും ബ്ലെൻഡായ നൂറ്റാണ്ടുകളുടെ കഥകൾ പറയാനുണ്ട് അറബിക്കടലിൻ്റെ റാണിക്ക്. എണ്ണിയാലൊടുങ്ങാത്ത കഥകളിൽ കാപ്പിരികളുടെ നാട്ടിൽ നിന്നെത്തി കൊച്ചിക്കാരുടെ ദൈവമായ കാപ്പിരി മുത്തപ്പൻ്റെ കഥയും പെടുന്നു. ആഫ്രിക്കൻ വംശജരെ കാപ്പിരികളെന്ന് വിളിക്കുന്നത് ഇന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ആഫ്രിക്കയിൽ നിന്നും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോകുന്ന ആളുകളെ അവിശ്വാസികൾ എന്ന അർത്ഥം വരുന്ന അറബിക് വേർഡായ ഖാഫിർ എന്ന് വിളിച്ചതിൽ നിന്നുമാണ് കാപ്പിരി എന്ന പദം ഇവോൾവ് ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊച്ചിയിൽ പലയിടത്തും പോർച്ചുഗീസുകാർ അടിമകളെ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകളുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ വിശദമായ ചരിത്രം പറയുന്ന ഹിസ്റ്ററി ഓഫ് ഫോർട്ട് കൊച്ചിൻ രചിച്ച ബെർണാഡ് മാഷിൻ്റെ KL ബെർണാഡ് എന്ന ബെർണാഡ് മാഷിൻ്റെ വാക്കുകളിൽ പറഞ്ഞ ഒരു സംഭവം നോക്കാം. ഫോർട്ട് കൊച്ചിയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പഴയ വീടിൻ്റെ ചുമര് പൊളിച്ചപ്പോൾ അതിനകത്ത് നിന്നും മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതാണ് കാപ്പിരി മുത്തപ്പൻ്റെ കഥയിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകൾ. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമുള്ള പല കുടുംബങ്ങളും ഇന്നും ആരാധിക്കുന്ന ഒരു മൂർത്തിയാണ് കാപ്പിരി മുത്തപ്പൻ. ചുരുട്ട് വലിച്ച് നിധിക്ക് കാവലിരിക്കുന്ന ആഫ്രിക്കൻ വേരുകളുള്ള ഒരു ആത്മാവ്. ആ കഥ ഇങ്ങനെയാണ്. 500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തിയപ്പോൾ അവരുടെ കപ്പലിൽ ധാരാളം ആഫ്രിക്കൻ അടിമകളും ഉണ്ടായിരുന്നു. കോഴിക്കോട്ടുകാർക്ക് തങ്ങളെ കൂടുതൽ സ്വീകരിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ പറങ്കികൾ നേരെ കൊച്ചി രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ട് കുടിയേറുകയായിരുന്നു. 1500കളിൽ ഫോർട്ട് കൊച്ചിയിൽ സെറ്റിൽ ചെയ്ത് ധനാഢ്യരായ പറങ്കികൾക്ക് പക്ഷേ 1600കളിലെത്തിയ ഡച്ചുകാരുടെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. അതായത് ഏകദേശം 1503 മുതൽ 1663 വരെയാണ് കൊച്ചിയിലെ പോർച്ചുഗീസ് പീരീഡായി കരുതപ്പെടുന്നത്. പിന്നീട് കൊച്ചിയിലെത്തിയ ഡച്ചുകാർ 1773 വരെ ഇവിടെ ഉണ്ടായിരുന്നു. മാനുവൽ കോട്ടയുടെ സംരക്ഷണത്തിൽ ഇരുന്നിരുന്ന പോർച്ചുഗീസുകാരുടെ സുരക്ഷിതത്വത്തിലേക്ക് ഡച്ചുകാർ പീരങ്കിയുണ്ടകൾ പായിച്ചു. ഗത്യന്തരമില്ലാതിരുന്ന പോർച്ചുഗീസുകാരോട് കയ്യിലുള്ള സമ്പാദ്യമെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യാനായി ഡച്ചുകാർ കൽപ്പിച്ചു. തങ്ങൾ ആയുസ്സുകൊണ്ട് സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും ഇവിടെ ഇട്ടിട്ട് പോകാൻ മനസ്സ് വരാതിരുന്ന പറങ്കികൾ അവ കുഴി കുത്തി മൂടുകയും പ്രധാനമായും വീടിൻ്റെയും മറ്റും ചുമരുകളിൽ വെച്ച് പ്ലാസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ അവർ ഒരു കാര്യം കൂടി ചെയ്തു. വിശ്വസ്ത അടിമകളായ കാപ്പിരികളെ ഈ ഒളിപ്പിച്ച നിധിയോടൊപ്പം കുഴിച്ചു മൂടുകയും ചങ്ങലക്കിടുകയും ചെയ്തു. കാപ്പിരികളെ കഴുത്തറത്ത് നിധിയോടൊപ്പം കുഴിച്ചിട്ടതാകാമെന്നും ജീവനോടെ നിധിയോടൊപ്പം ചങ്ങലക്കിട്ട് ചുമരിൽ വെച്ചതാകാമെന്നും രേഖകൾ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫോർട്ട് കൊച്ചിയിലെ വീടുകളുടെ ചുമരിൽ നിന്നും മനുഷ്യ അസ്ഥികൂടങ്ങൾ ലഭിച്ചിരുന്നത് ബെർണാഡ് മാഷ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഈ സ്വത്തെല്ലാം തിരിച്ചെടുക്കാനായി വരാമെന്നും അതുവരെ വിശ്വസ്തരായ അടിമകളുടെ ആത്മാക്കൾ അവ സംരക്ഷിച്ചു കൊള്ളുമെന്നും പറങ്കികൾ വിശ്വസിച്ചു. പക്ഷേ പോയ പറങ്കികൾ പിന്നെ തിരിച്ചു വന്നില്ല. ഫോർട്ട് കൊച്ചിയിൽ പലയിടത്തും ഈ കാപ്പിരി ആത്മാക്കളെ ആളുകൾ കാണാൻ തുടങ്ങി. ചുരുട്ടും വലിച്ച് മരക്കൊമ്പുകളിലും മതിലുകൾക്ക് മുകളിലും വിഹരിക്കുന്ന ആത്മാവിനെ പ്രദേശത്തുകാർ കാപ്പിരി മുത്തപ്പൻ എന്ന് വിളിച്ച് ആരാധിക്കാൻ തുടങ്ങി. ഫോർട്ട് കൊച്ചിയിൽ റോസ് സ്ട്രീറ്റിനടുത്തായുള്ള 2 മതിലുകളിലാണ് 450 വർഷത്തോളം പഴക്കമുള്ള അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തത്. ഡച്ച് സിമെട്രിക്ക് അടുത്തുള്ള ഒരു വീട് പൊളിച്ചപ്പോൾ ചങ്ങലയിട്ട അസ്ഥികൂടവും ലഭിക്കുകയുണ്ടായി. പക്ഷേ മേൽപ്പറഞ്ഞ നിധി മാത്രം അപ്രത്യക്ഷമായിരിക്കുന്നു. ആർക്കൊക്കെയോ ലഭിച്ചു എന്നും അഭ്യൂഹങ്ങളുണ്ട്. അസ്ഥികൂടങ്ങൾ ലഭിച്ച മതിലുകളെല്ലാം നാട്ടുകാർ ആരാധനയ്ക്ക് ഉപയോഗിച്ചു. പിന്നീട് ഡെവലപ്മെൻറ്റ്സ് വന്നപ്പോൾ പല മതിലുകളും പൊളിച്ചു കളഞ്ഞു. ഇന്ന് മട്ടാഞ്ചേരി മങ്ങാട്ടുമുക്കുള്ള ഒരു മതിൽ മാത്രമാണ് അവശേഷിക്കുന്നത്. വിശ്വാസത്തോടെ പല തലമുറയിൽപ്പെട്ട ആളുകളും മെഴുകുതിരി കത്തിച്ചും മറ്റും ആരാധിക്കുന്ന കാപ്പിരി മതിൽ. മട്ടാഞ്ചേരിക്കാർ പുട്ടുണ്ടാക്കുമ്പോൾ ആദ്യത്തെ കഷ്ണം കാപ്പിരി മുത്തപ്പന് നേരുന്നു. എന്നാലേ പിന്നുണ്ടാക്കുന്ന പുട്ടെല്ലാം നന്നാവൂ എന്നാണ് വിശ്വാസം. ചുരുട്ടായും കള്ളായും പട്ടായും കരിക്കായും പാലായും നിരവധി ഐറ്റംസാണ് മുത്തപ്പന് നേരാറുള്ളത്. ശക്തിയുണ്ട്. കുറേ കൊല്ലങ്ങളായി തലമുറ ഉള്ള മുത്തപ്പനാണ്. ക്രിസ്ത്യാനികൾ മാത്രമാണ്, എല്ലാ ജാതിക്കാരും നാട്ടുകാരും മുത്തപ്പനാണ്. എല്ലാ ജാതികളൊന്നും മുത്തപ്പനില്ല. പൂജാരി, അമ്പലത്തിലെ പൂജാരി വന്ന് പ്രാർത്ഥിച്ചിട്ട് വരും. ചുരുട്ടില്ലേ, ഇത് ഒരട്ടിക്ക് എൻ്റെ അടുത്ത് തന്നിട്ടുണ്ട്. അത് ഓരോ ചുരുട്ടോടും കൂടെ നോക്കട്ടെ. 5 രൂപയാണ് ഈ ചുരുട്ടിക്ക്. 5 രൂപയുടെ ചുരുട്ട് ഒരു കെട്ട് കൊണ്ട് തന്നു. ചരയല്ല, കള്ളാണ് കുടിക്കുന്നത്, തെങ്ങിലെ കള്ള. ഇതാണ് മുത്തപ്പൻ കഴിക്കണം. ഇത് വിശ്വാസത്തിന്റെ പുറത്ത് കത്തിക്കുകയാണോ അല്ലെങ്കിൽ? തീർച്ചയായിട്ടും വിശ്വാസത്തിന്റെ പുറത്ത് തന്നെ കത്തിക്കലാണ്. കാരണം എപ്പോഴും ഫ്രണ്ടാണ് പറഞ്ഞത് ആദ്യം, അതിനുശേഷം പിന്നെ ഭയങ്കര വിശ്വാസമാണ്. കാരണം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും മുത്തപ്പൻ ചെയ്താലും പ്രാർത്ഥിച്ചിട്ട് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എപ്പോഴും വരാറുണ്ട്, കൂടെ വരാറുണ്ട്. എൻ്റെ അറിവ് വെച്ച് നമുക്ക് മെഴുകുതിരി വെക്കാം, ബീഡി വെക്കാം, പിന്നെ ചുരുട്ടില് ബീഡി അത് വെക്കാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ
സ്വീറ്റായ സാധനങ്ങൾ വെക്കാം, എല്ലാം വെക്കാം. പക്ഷെ എനിക്ക് കൂടുതലും ചുരുട്ട്, അതാണ് എല്ലാവരും പ്രിഫർ ചെയ്യണത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നടക്കും. കാപ്പിരി മതിലിൽ വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരിൽ എല്ലാ മതസ്ഥരുമുണ്ട്. കാര്യസാധ്യത്തിനായും മുത്തപ്പൻ കാക്കുന്ന ആ പഴയ നിധികളിലൂടെ തങ്ങളുടെ ബുദ്ധിമുട്ട് മാറാനായും അങ്ങനെ പലവിധ കാര്യങ്ങൾക്കാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നിധി മോഹിച്ചല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് പൂക്കളും തിരിയും ചുരുട്ടും അർപ്പിക്കുന്നതെന്ന് പറയുന്നവരുമുണ്ട്. ഈ കാപ്പിരി മിത്തിനെ പറ്റി വിശദമായ പഠനങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോർട്ട് കൊച്ചിയിലൂടെ മട്ടാഞ്ചേരിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒന്ന് ശക്തിയായി ഭൂമിയിൽ ചവിട്ടി നോക്കുക. ചിലപ്പോൾ ആ നിധികുംഭങ്ങളിലെ കിലുക്കം കേട്ടാലോ. പഴക്കം ചെന്ന ചുമരുകളിലും മറ്റും തലയർത്ത കാപ്പിരി അടിമകളുടെ അസ്ഥിയും ചിലപ്പോൾ കണ്ടേക്കാം. എവിടെയും ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചുരുട്ടിൻ്റെ മണമുള്ള നിധിയുടെ ഈ കഥ നൂറ്റാണ്ടുകൾ കൈമറിഞ്ഞ് ഇന്നും നിലനിൽക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണം തുടങ്ങിയപ്പോൾ കൊച്ചിയിലുണ്ടായിരുന്ന അനേകം കാപ്പിരി അടിമകളെ സ്വതന്ത്രരാക്കി വിട്ടു. ചിലർ നാടുകളിലേക്ക് തിരികെ പോയി, ചിലർ ഇവിടെ തന്നെ നാട്ടുകാരായി കൂടി. എന്നാൽ തിരിച്ചു പോകാൻ പറ്റാത്ത ചിലരുണ്ടായിരുന്നു. യജമാനൻ ഏൽപ്പിച്ച നിധിക്ക് കാവലായി മതിലുകളിലും മരത്തിലും കറങ്ങുന്ന നീളൻ കുപ്പായവും ചുരുട്ടുമേന്തിയ കാപ്പിരികൾ. പോർച്ചുഗീസുകാരുടെ അടിമക്കപ്പൽ ഏറി വന്ന് ഫോർട്ട് കൊച്ചിക്കാരുടെ ദൈവമായ കാപ്പിരി മുത്തപ്പൻ. അതിശയിപ്പിക്കുന്ന ചരിത്രങ്ങൾക്ക് അറുതിയില്ല. ബി വിത്ത് തോട്ട്ഫോക്സ് ഫോർ മോർ സച്ച് സ്റ്റോറീസ്.